ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു തക്കാളി ബിരിയാണിയാണ് വേകുന്നത്. ഇപ്പോൾ സമയം രാത്രി 7:30 ആയിട്ടുണ്ട്. നമുക്ക് തക്കാളി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു സവാള വേണം, 2 തക്കാളി വേണം, ഒരു പച്ചമുളക് വേണം. അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞ് മുറുക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്, അതായത് കരിക്കിൻ്റെ പാൽ. ഞാനിവിടെ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതനുസരിച്ചാണ് പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാൽ മിക്സിയിലാക്കി നല്ലോണം കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി എടുക്കാം. ഞാനിവിടെ ഒരു പാട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അളവനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അരി കഴുകി കൊടുക്കാം. ഞാനിവിടെ 2 പാട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. നന്നായിട്ട് അരി കഴുകി എടുത്ത് മാറ്റി വെക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലോട്ടാണ് ഞാൻ ചോറ് വേകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുക്കർ നന്നായി കഴുകിയ ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ സവാള അരിഞ്ഞത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിങ്ങനെ ഉടച്ചെടുക്കുക. സവാളയെ ഇങ്ങനെ കൂടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇതിലോട്ട്. അപ്പോൾ സവാള എന്ത് ചെയ്യും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒന്നുകൂടി ഉപ്പും സവാളയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ബിരിയാണിയാണല്ലോ, അപ്പോൾ നമുക്ക് 2 തക്കാളിയാണ് വേണ്ടത്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എരിവ് കൂടുതൽ വേണ്ടാത്തവർക്ക് മുളക് പൊടി ഇടുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഞാനിതിൽ 2ഉം ഉപയോഗിച്ചിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് വാട്ടി കൊടുത്ത് വീണ്ടും ഒന്ന് ഉടച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ ഈ നാടൻ ബിരിയാണിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇട്ട്, ഇത് ബിരിയാണിപ്പൊടി നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. അത് 2 ടീസ്പൂണാണ് ഇടേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ പൊടീൻ്റെ ഒരു പച്ചമണമൊക്കെ മാറാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് കഴിയും, നല്ല ടേസ്റ്റുമാണ് ഈ ബിരിയാണി. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്ത് അരി ആ ഒരു മിക്സിലോട്ട് ഇടുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് നമുക്ക് അരി തട്ടി കൊടുക്കാം. അരി തട്ടി വാർക്കാം. നല്ലോണം ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മസാലക്കൂട്ടും അരിയും പാലും എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം എത്രയാണ് നിങ്ങളുടെ കണക്കനുസരിച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ കുറേ വെള്ളം, ഒരു 2 കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പുണ്ടെന്ന് നോക്കുക. ഉപ്പ് നോക്കണം, പ്രത്യേകിച്ച് ഉപ്പ് നോക്കണം എല്ലാവരും. ഉപ്പ് കൂടിപ്പോകരുത്. അപ്പോൾ ഉപ്പുണ്ടാകുന്ന നോക്കി, ഉപ്പില്ലെങ്കിൽ ഉപ്പിടാം. അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിസിൽ അടുപ്പിച്ചിട്ട് പിന്നെ ഇറക്കി വെക്കാവുന്നതാണ്. പരിപാടി കഴിഞ്ഞു.
അപ്പോൾ നമുക്കിതിനെ ഒരു ഫിസിലടിയിപ്പിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫിസിലിട്ടിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി 1 മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇറക്കി 1 മണിക്കൂർ വെച്ച ശേഷമാണ് ഇന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. നല്ല സൂപ്പർ തക്കാളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മോനെ, സൂപ്പർ ടേസ്റ്റ്. ഇതിൻ്റെ കൂടെ നല്ല അച്ചാറോ, ഞാനിവിടെ സോസും കൂട്ടിയാണ് കഴിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാറോ എന്തെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിലോട്ടങ്ങ് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ബിരിയാണി കിട്ടുക. ഒരു ലൂസ് രൂപത്തിലാണ് കിട്ടുക. മാത്രം നല്ല ടേസ്റ്റാണ്. ആ ഒരു ചൂടോടുകൂടി നമുക്ക് കഴിക്കുമ്പോൾ. അപ്പം നമുക്കൊന്ന് കഴിച്ചിട്ട് വരാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ ബൈ.